ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ജീവിതത്തെക്കുറിച്ച് നിരവധിയായ കണക്കുകൂട്ടലുകൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. നമ്മുടെ സ്വപ്നങ്ങളും ജീവിതവും തമ്മിൽ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും നാം നിരന്തരം ഒരു ഉത്തരം തേടുന്നുണ്ട്. ഒരു കണക്ക് പരീക്ഷയിൽ എന്ന പോലെയാണ് പലപ്പോഴും ജീവിതത്തിൽ നാം വ്യാപരിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചുള്ള പരിശോധനകളാണ് അപ്രകാരം നാം നടത്തുക. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ കണക്ക് നാം പരിശോധിക്കേണ്ടത് ക്രിസ്തുവിൽ എത്രത്തോളം നാം ആയിത്തീരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ഈ പരീക്ഷയെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ലേ? ഉറപ്പായിട്ടില്ലെങ്കിൽ പരീക്ഷയിൽ നിശ്ചയമായും നിങ്ങൾ പരാജയപ്പെടും. ജീവിതത്തിൽ ക്രിസ്തുവിനോട് എത്രത്തോളം ചേർന്ന് പോകാൻ കഴിയുന്നു, അഥവാ എത്രത്തോളം ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് എന്ന പരിശോധന നിരന്തരം നാം നടത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ അതൊരു വർഷാന്ത്യത്തിൽ എത്തേണ്ട പരിശോധനയല്ല, നിരന്തരം ഉണ്ടാകേണ്ട ഒന്നാണ്. നാം രാത്രികാലങ്ങളിൽ ആത്മശോധന ചെയ്യുന്നതും ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലത്തെ സംബന്ധിച്ച് തിരിച്ചറിവുകൾ നേടുന്നതും ഈ പരിശോധനയുടെ ഭാഗമാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. മാമുദീസ വഴി ഈ ഐക്യത്തിലേക്ക് പ്രവേശിച്ചവരും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ലെന്ന് റോമർ ലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം പറയും. ഐക്യപ്പെട്ടിരിക്കുക എന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നിരന്തരമായി പുലരേണ്ട ഒന്നാണ്, മരണം വരെ. ജീവിതാന്ത്യത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണക്കുകൾ ദൈവം പരിശോധിക്കുക. ഭൂമിയിൽ അത്തരമൊരു പരിശോധനയില്ല. പക്ഷേ ഭൂമിയിൽ നിരന്തരമായി ക്രിസ്തുവിനോട് ഐക്യം ചേർന്ന് പോകുമ്പോൾ നാം നമ്മെ തന്നെ പരിശോധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവസന്നിധിയിലെ കണക്ക് പരിശോധനയിൽ പരാജയപ്പെടാനിടയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ കണക്കുകൾ ബോധിപ്പിക്കാൻ ഉത്തമ ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത് ജീവിതത്തിൽ നാം നിരന്തരം നടത്തുന്ന പരിശോധനകളാണ്. സ്വയം വിമർശനപരമായി അവനവനെ പരിശോധിക്കാനും ക്രിസ്തുവിലുള്ള ബന്ധത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തിലെത്താനും കഴിയുമെങ്കിൽ ജീവിതാന്ത്യത്തിൽ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഉത്തമ ബോധ്യത്തോടെ നിൽക്കാൻ കഴിയും. നമ്മുടെ ജീവിതം നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തു ഐക്യം സാധ്യമാക്കുക എന്നതാണ്. ഭൗതികമായി നാം നേരിടുന്ന പ്രതിസന്ധികളെക്കാൾ ഗൗരവതരമായ ഒന്നാണത്. മാത്രമല്ല, ഈ ഭൗതിക പ്രതിസന്ധികളൊക്കെയും ഒരു പരിശോധനയ്ക്കായി നമ്മെ ക്ഷണിക്കുന്നുണ്ട്. എത്രത്തോളം ക്രിസ്തുവിലായിത്തീരാൻ കഴിയുമെന്ന പരിശോധനയാണ് ജീവിത സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുക. റോമർ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, നാം എല്ലാവരും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ജീവിതം നമുക്ക് നൽകുന്നത് ദൈവമാണ്. ജീവിത സന്ദർഭങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവമാണ്. ആ ഓരോ നിമിഷവും ഒരു കണക്ക് പരിശോധന നടക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മുൻപിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരവും ദൈവത്തിൻ്റെ തന്നെയാണ്. നാം സാധാരണ രീതിയിൽ ഒരു പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ ആ പരീക്ഷയ്ക്കായി ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കപ്പെടും. ആ ചോദ്യപേപ്പറിനനുസരിച്ച് ഉത്തരം എഴുതാൻ വിളിക്കപ്പെടുകയാണ് നമ്മൾ. നമ്മുടെ അറിവും കഴിവും പരിശോധിക്കുന്നത് നാം എഴുതുന്ന ഉത്തരങ്ങളിലൂടെയാണ്. അങ്ങനെ ഉത്തരങ്ങൾ നാം എഴുതുമ്പോൾ അതൊരു പരിശോധകൻ പരിശോധിച്ച് മാർക്കിടും. അങ്ങനെ ആ പരിശോധനയാണ് നാം വിജയിയാണോ പരാജിതനാണോ എന്ന് കണക്കാക്കുക. പക്ഷെ ആ പരിശോധകൻ യഥാർത്ഥ ഉത്തരത്തെ കണ്ടെത്തുന്നത് സ്വന്തം കഴിവിനാലല്ല, സ്വന്തം തീരുമാനപ്രകാരമല്ല. ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം ഒരു ഉത്തരക്കടലാസ് കൂടെ തയ്യാറാക്കപ്പെടുന്നുണ്ട്. ആ ഉത്തരക്കടലാസിൽ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥി എഴുതുമ്പോഴാണ് അയാൾക്ക് പൂർണ്ണമായി മാർക്ക് ലഭിക്കുക. ചോദ്യത്തോടൊപ്പം തന്നെ ഉത്തരം
നേരത്തെ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ഉത്തരം വിദ്യാർത്ഥി എഴുതുമ്പോൾ മാത്രമേ അയാളെ വിജയിയായി കണക്കാക്കൂ. ഈ ലോകത്ത് നിരവധിയായ പ്രശ്നങ്ങളും സങ്കീർണതകളും ഒക്കെ മനുഷ്യൻ നേരിടുന്നുണ്ട്. അതെല്ലാം അവന്റെ മുൻപിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ജീവിതം ഒരു സമസ്യയാണെന്ന് സാധാരണ ആളുകൾ പറയും. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുന്നത് ചോദ്യകർത്താവ് നിശ്ചയിച്ച രീതിയിലാകുമ്പോൾ മാത്രമേ നാം വിജയികളാവൂ. ഇതാണ് ആ കണക്ക് പരിശോധന. അങ്ങനെയാണെങ്കിൽ നാം നേരിടുന്ന നിരവധിയായ ജീവിത പ്രയാസങ്ങളും സന്ദർഭങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എന്തെന്ന് നാം ഒന്ന് പരിശോധിക്കണം. യഥാർത്ഥ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. മനുഷ്യൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത പ്രയാസങ്ങളെയും സന്ദർഭങ്ങളെയും കണക്കിലെടുത്ത് വേണം ഈ ഉത്തരം ഏത് എന്ന് കണ്ടെത്താൻ. ഈ അടുത്ത് മനുഷ്യന്റെ അന്വേഷണങ്ങൾക്ക് ദൈവം നൽകിയ ഉത്തരമാണ് ക്രിസ്തു എന്ന് കേൾക്കാനിടയായി. മൗഢ്യമാണ്. ക്രിസ്തു ആദ്യമേ നൽകപ്പെട്ട ഉത്തരമാണ്. ദൈവത്തിന്റെ കൃപാകര പദ്ധതിയുടെ ഭാഗമാണത്. ദൈവം വെളിപ്പെടുത്താനിരുന്നതും വെളിപ്പെടുത്തുന്നതും ക്രിസ്തുവിനെയാണ്. അത് മനുഷ്യന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവല്ല. നാം നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ദൈവം ഉത്തരം നൽകണമെന്നത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എന്തെന്ന് കണ്ടെത്തുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. ഒരു ചോദ്യം വരിക, സമ്പത്തിന് തകർച്ചയോ ഉയർച്ചയോ ആകാം ആ ചോദ്യത്തിന് ആധാരം. ഈ ഉയർച്ച താഴ്ചകൾ എന്തുത്തരമാണ് നമുക്ക് നൽകേണ്ടത്? സമ്പത്ത് നഷ്ടപ്പെടുന്നു, കഷ്ടതയിലേക്ക് പോകുന്നു, ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. ആരാണ് നിന്നെ ജീവിപ്പിക്കുന്നത്? എന്താണ് നിനക്ക് പരമപ്രധാനം? ഉത്തരം ഒന്നേ ഉള്ളൂ. ഉത്തരം യേശുക്രിസ്തുവാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നാം ഉത്തരം അന്വേഷിക്കുന്നു. നാം ഉത്തരം അന്വേഷിക്കുന്നത് ആ പ്രതിസന്ധിക്ക് പരിഹാരമായി കാണുന്നത് സമ്പത്തിന്റെ വരവാണ്. സാമ്പത്തിക പ്രതിസന്ധി തീരണമെങ്കിൽ സമ്പത്തുണ്ടാകണമെന്നത് ഒരു സിമ്പിൾ ലോജിക്കാണ്. അത് കേവലം മാനുഷികമായൊരു ധാരണയാണ്. നിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള ഉത്തരം ക്രിസ്തുവായി മാറുന്നത് വരെ നിന്റെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴും സമ്പത്ത് കൈവശം വരുമ്പോഴും ഉത്തരം ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തുവാണ്. സമ്പത്തല്ല പ്രധാനം, ക്രിസ്തുവാണ് പ്രധാനം എന്നേറ്റു പറയാനുള്ള അവസരമാണ് ജീവിതത്തിലെ ഓരോ ഉയർച്ച താഴ്ചയും. ഉയർച്ചയിൽ ക്രിസ്തുവിനെ കാണാൻ, താഴ്ചയിൽ ക്രിസ്തുവിനെ കാണാൻ ഹൃദയം എപ്പോ ഉറയ്ക്കുന്നുവോ, യഥാർത്ഥ ഉത്തരമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുമോ, അപ്പോഴാണ് നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുക. രോഗാവസ്ഥകളും കഷ്ടതകളും ദാരിദ്ര്യവും ഇല്ലായ്മയും അപമാനങ്ങളും ദുരിതങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങൾ പലതാണെങ്കിലും ദൈവത്തിന് നൽകാൻ ഒരു ഉത്തരമേയുള്ളൂ. കൃപാകര പദ്ധതി അനുസരിച്ച് ആദ്യം മുതലേ നൽകാൻ തീരുമാനിച്ച ഉത്തരം നിന്റെ രക്ഷകൻ യേശുവാണ്. ദൈവം രക്ഷിക്കുന്നു എന്ന ആ ഒരു വാക്കല്ലാതെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിക്കും ഉത്തരമില്ല, ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ദൈവത്തിലുള്ള ഐക്യമാണ്, ആരാധനയായി ജീവിതം മാറുന്നതാണ് ജീവിതത്തിൽ നാം എഴുതേണ്ട ഉത്തരം. ഈ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക അത്ര എളുപ്പമല്ല. കാരണം പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ, അപമാനം നമ്മെ തളർത്തുമ്പോൾ, ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരമെന്നും എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ ആകെ പരിഹാരം ക്രിസ്തുവാണെന്നും തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അവിടെ ഉൾക്കണ്ണ് തുറക്കേണ്ടതുണ്ട്. ആ ഉൾക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് കണക്കെടുപ്പ് എന്ന് പറയുക. ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ പരിശോധിക്കപ്പെടുന്നത് തന്നെയാണ്. ദൈവസന്നിധിയിൽ പരിശോധിക്കപ്പെടുമ്പോൾ നാം തെറ്റുകാരാകാതിരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയെയും, ഓരോ ചിന്തയെയും, ഓരോ മനോഭാവത്തെയും നാം നിരന്തരം പരിശോധിക്കുകയും ക്രിസ്തു വിരുദ്ധമായവയെ നീക്കിക്കളയുകയും തെറ്റുതിരുത്തുകയും ചെയ്യണം.
അനുനിമിഷം അനുതാപത്തിലൂടെ വേണം യാത്ര ചെയ്യാൻ. അനുനിമിഷം തെറ്റേറ്റു പറയുന്നവരായിട്ട് മാറണം. അപ്രകാരം ഒരു കണക്കെടുപ്പ് ജീവിതത്തിൽ പരമപ്രധാനമാണ് എന്ന് ഓർക്കണം. ഹെബ്രായർ 4:13 പറയും, അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ സന്നിധിയിൽ സകലവും അനാവൃതവും വ്യക്തവുമാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പൊ എല്ലാം അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. അറിവിന്റെ ഉറവിടമായ ക്രിസ്തുവിലാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിരന്തരമായ ആത്മപരിശോധന ജീവിതത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്നാണ് വചനം പറയുക. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ കുറിച്ച് ഒരു ഉപമ യേശു പറയുന്നുണ്ട്. 16:2 അവിടുന്ന് പറയും, നിന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, നിന്റെ കാര്യസ്ഥസ്ഥാനം അവസാനിക്കുന്നു. അതായത് ജീവിതാന്ത്യത്തിൽ നാം വിളിക്കപ്പെടുന്നത് കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കാനാണ്. ഈ ജീവിതാന്ത്യത്തെ ഓരോ നിമിഷവും ഓർക്കുകയും ജീവിതാന്ത്യത്തിലാണെന്ന ബോധ്യത്തോടെ നമ്മുടെ കണക്കുകൾ പരിശോധിക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് പിഴവുകളിൽ നിന്ന് മോചനം നേടുക, യഥാർത്ഥ ഉത്തരമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുക. നിരന്തരമായ പരിശോധന ആവശ്യമാണ്. പക്ഷേ ഈ പരിശോധന സാധാരണഗതിയിൽ എളുപ്പമുള്ള കാര്യമല്ല. സന്യാസ സമൂഹങ്ങളിൽ സന്യാസിമാർ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇത്തരം കണക്ക് പരിശോധിക്കും. ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ, ആ നേരം വരെ പുലർത്തിയിരുന്ന മനോവിചാരങ്ങൾ, ക്രിസ്തുവിരുദ്ധമായി വന്നുപോയിട്ടുള്ള ചിന്തകളെയും പ്രവൃത്തികളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞും കരുണയാചിച്ചും അവയിൽ നിന്ന് വിമോചിതമാകാൻ തീരുമാനമെടുത്തും പരിശുദ്ധാത്മാവിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് സന്യാസ സമൂഹത്തിനകത്തുള്ള വ്രതമെടുത്ത ഒരാൾ, അഥവാ മാമുദീസ വ്രതത്തെ ആഘോഷമായൊരു വ്രതമായി സ്വീകരിച്ച ഒരാൾ തൻ്റെ യോഗ്യത തെളിയിക്കുന്നത്. നിരന്തരമായ പരിശോധന. വിശ്വാസികളായ നാം ഓരോരുത്തരും എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പരിശോധനയ്ക്ക് സ്വയം വിധേയരാക്കപ്പെടണം എന്ന് സഭ നിഷ്കർഷിക്കും. നമ്മൾ പൊതുവെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നവരായതുകൊണ്ട് സഭാ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ ധാരണ. ഞാൻ ഈ സഭാ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ഏതെങ്കിലും തരത്തിൽ മെത്രാന്മാരോ പുരോഹിതന്മാരോ പറയുന്ന കാര്യമൊന്നുമല്ല. സഭയുടെ പ്രബോധനം പറയുന്ന രീതിയിൽ ശിരസായ ക്രിസ്തുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ എത്രത്തോളം കഴിയുന്നു എന്ന് പരിശോധിക്കണം. നിരന്തരമായ പരിശോധന എല്ലാ രാത്രികാലങ്ങളിലും നടത്തണമെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയുടെ പരിമിതികൾ കൊണ്ടാണ്. നമുക്ക് ഓർമ്മയില്ലാത്ത മനുഷ്യരാണ്. വേദനാജനകമായ കാര്യങ്ങളും നിരാശാജനകമായ കാര്യങ്ങളും ജീവിതത്തിലെ പരാജയങ്ങളും ഒക്കെ നമ്മൾ ഓർക്കും. ജീവിതത്തിലെ സന്തോഷങ്ങളും നന്മകളും ഓർക്കാൻ അതിനേക്കാൾ കുറച്ച് മാത്രമേ നമുക്ക് കഴിയൂ. നാം മറന്നു പോകുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. നാം എങ്ങനെ ചിന്തിച്ചുവെന്നും എങ്ങനെ പ്രവർത്തിച്ചുവെന്നും എന്ത് മനോഭാവത്തോടെയാണ് മറ്റുള്ളവരുമായി ഇടപെട്ടതെന്നും നമ്മൾ മറന്നുപോകും. നമ്മൾ മറന്നുപോകുന്നവയൊക്കെ ഉപബോധത്തിലേക്ക് കുടികയറും. ഉപബോധ മനസ്സിനെ അത് കീഴ്പ്പെടുത്തും. ക്രമേണ അതൊരു സ്ഥിര സ്വഭാവമായി മാറുകയും ചെയ്യും. ഉപബോധ മനസ്സിൽ അടിക്കടി നാം എടുക്കുന്ന മനോഗതങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ പ്രവൃത്തിയായി മാറുന്നതൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഉപബോധം ക്രമേണ ഈ സ്വീകരണങ്ങളിലൂടെ ഒരു സ്വഭാവത്തിലേക്ക്, ഒരു ശീലത്തിലേക്ക് നമ്മെ നയിക്കും. ഇപ്പൊ കോപ സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നിരന്തരമായി കോപിക്കുമ്പോൾ നാം ഈ കോപത്തിന് അടിമയായി തീരുന്നുണ്ട്. കോപം നമ്മെ ഭരിക്കാനിടയാകുന്നുണ്ട്. അത് ശീലമായി മാറും. നുണ പറയുന്നതും പരദ്രോഹകരമായി ജീവിക്കുന്നതും മറ്റുള്ളവരുടെ നാശത്തിന് അഭിലഷിക്കുന്നതും അസൂയ ഉണ്ടാകുന്നതും ഒക്കെ ഒരു നിരന്തര പ്രക്രിയയായി നമ്മുടെ ജീവിതത്തിൽ മാറുമ്പോൾ ക്രമേണ അതെല്ലാം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതായിട്ട് മാറും, ശീലമായി മാറും. നാം അവയുടെ അടിമയാണെന്ന ധാരണയിൽ ജീവിക്കാനിടയാവും. അതുകൊണ്ട് നിരന്തരമായ പരിശോധനയിൽ ഏറ്റവും എളുപ്പമുണ്ടാകാവുന്ന ഒരു കാര്യമാണ് ഒരു ദിവസത്തിന്റെ അന്ത്യത്തിൽ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്
ഒരു പരിശോധന സ്വയം നടത്താൻ നമ്മൾ തയ്യാറാവും. അതാണ് അനുദിനമുള്ള ആത്മശോധന. രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്ത പ്രവൃത്തികൾ, നിലനിർത്തിയ മനോവിചാരങ്ങൾ, നമ്മുടെ സ്നേഹപ്രവൃത്തികൾ, ഇടപെടലുകൾ ഒക്കെ പരിശോധിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സൂക്ഷ്മാർത്ഥത്തെ പരിശോധിക്കുമ്പോഴാണ് മനോഭാവങ്ങളിൽ വന്നുപോയ വീഴ്ചകളും പ്രവൃത്തികളിലുണ്ടായ ഇടർച്ചകളും ഒക്കെ നമുക്ക് വ്യക്തമാകുക. ആ വ്യക്തമാകുന്ന ബോധ്യത്തിൽ യേശുവിൻ്റെ കൃപാകരമായ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാൻ ഇടയാകാത്തതെല്ലാം കഴുകിക്കളയണമെന്ന് പ്രാർത്ഥിക്കുകയും പറ്റിപ്പോയ പിഴവുകൾക്ക് മാപ്പപേക്ഷിക്കുകയും അവയെല്ലാം തിരുത്താനുള്ള തീരുമാനമെടുത്ത് മുൻപോട്ട് പോവുകയും ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ മനസ്സിന്റെ ശുദ്ധീകരണത്തിന് ആവശ്യമുണ്ട്. ശീലക്കേടുകളിൽ നിന്ന് മോചനം നേടാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറക്കം സാധാരണ രീതിയിൽ മരണത്തോട് തുലനം ചെയ്യാവുന്നൊരവസ്ഥയാണ്. നമുക്ക് ആർക്കും അറിയില്ല എത്രത്തോളം നേരം ഈ ഭൂമിയിൽ നമുക്ക് ചെലവഴിക്കാനുണ്ടെന്ന്. ഓരോ രാത്രിയിലേക്കും പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് നാം സമർപ്പിക്കേണ്ടതുണ്ട്, സ്വയം ഉപേക്ഷിക്കേണ്ടതുണ്ട്. തിരുത്താനുള്ള സമയം ബോധമുള്ള സമയമാണ്. കൂടുതൽ സമയം നമ്മൾ ഉറക്കത്തിലാണ്, മനസ്സ് മയക്കത്തിലാണ്. അങ്ങനെ മയങ്ങിക്കിടക്കുന്ന അവനവനിലെ ബോധത്തെ ഉണർത്തി ക്രിസ്തുവുമായുള്ള ഐക്യത്തെ സംബന്ധിച്ച ഒരു പരിശോധന ഹൃദയത്തിൽ നടത്തുന്നതിന്റെ പേരാണ് ആത്മശോധന. വിശ്വാസികളെന്ന് അഭിമാനിക്കുമ്പോഴും വിശ്വാസ വഴിയിൽ പ്രാർത്ഥനയിലൊക്കെ പുരോഗമിക്കുമ്പോഴും നാം കൈവിട്ട് കളഞ്ഞ ഏറ്റവും ലളിതമായൊരു ധ്യാന രീതി തന്നെയാണ് ആത്മശോധന. ഈ ആത്മശോധന നമുക്ക് നമ്മുടെ ജീവിതത്തെ റിവ്യൂ ചെയ്യാൻ, ഒന്ന് പരിശോധിക്കാൻ ഒരവസരമാണ്. സാധാരണഗതിയിൽ നമുക്ക് എന്നും ഇങ്ങനെ പരിശോധിക്കാൻ കഴിയും. നമ്മൾ അനുദപിക്കുമെങ്കിൽ പോലും വീണ്ടും പിറ്റേ ദിവസം നാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവയിൽ പിന്നെയും ഇടർച്ചയും വീഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പരിപൂർണരാക്കപ്പെടുന്നില്ല. ഒരു ആത്മശോധന വഴി ഒരു രാത്രിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ തന്നെ പിറ്റേ ദിവസവും നാം ചെയ്യുന്നുണ്ട്, ചെയ്തു പോയേക്കാം. വീണ്ടും നാം ആത്മശോധന ചെയ്യുന്നു. തുടർച്ചയായി അങ്ങനെ ആത്മശോധന ചെയ്യുമ്പോൾ നാം ഓർമ്മയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അതൊരാഴ്ചയാണ്. സാധാരണ കുട്ടികൾക്ക് ശനിയും ഞായറും അവധി കൊടുക്കും. ആ അവധി കൊടുക്കുന്നത് ഈ ഒരു പരിശോധനയ്ക്കാണ്. കഴിഞ്ഞ വാരം പഠിച്ചവയൊക്കെ ഓർത്തെടുക്കാനും എത്രത്തോളം അവയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന പരിശോധനയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവധി ദിനങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഒരു റിവ്യൂ. അങ്ങനെ പരിശോധിക്കുന്ന ഒരാഴ്ചയിൽ അത് അന്നുള്ള ഓർമ്മകൾ പോലെ അത്ര വ്യക്തമല്ല. പക്ഷേ വീഴ്ച ഉണ്ടാവുകയും നിരന്തരമായി നമ്മെ പിന്തുടരുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിരുദ്ധതയെല്ലാം ഓർത്തെടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ആ ഒരാഴ്ചയിൽ സംഭവിച്ചു പോയ പിഴവുകൾ ഓർത്തുകൊണ്ടാണ് ഇത്തരം ശീലക്കേടുകൾ നമ്മൾ ബാധിച്ചിട്ടുണ്ട്, ക്രിസ്തുവിരുദ്ധമായി നമ്മൾ മാറുന്നുണ്ട്, സ്നേഹത്തിനെതിരായി നമ്മൾ മാറുന്നുണ്ട്, ഇതൊരു സ്ഥിരഭാവമായി നമ്മിൽ രൂപപ്പെടാൻ ഇടയുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വീണ്ടും നമ്മൾ അനുദപിക്കുന്നു. ഏകദേശം 2 ആഴ്ചയാകുമ്പോൾ ഓർമ്മയുടെ ഒരു ഖണ്ഡം പൂർത്തിയാകും. അവിടെയാണ് കുമ്പസാരം ആവശ്യമാണെന്ന് പറയുക. ഈ ഭാരം ഇങ്ങനെ എല്ലാ ദിവസവും തെറ്റ് കാണുന്നു, തെറ്റിന് മാപ്പ് ചോദിക്കുന്നു, പക്ഷെ അത് വീണ്ടും തുടരുന്നു. അങ്ങനെ അത് നീണ്ടു പോകുമ്പോൾ 2 ആഴ്ചക്കാലമാകുമ്പോൾ അത് ദുർവഹമായ ഭാരമായിട്ട് മാറും. ഈ ക്ലോക്കിന് കീ കൊടുക്കുന്ന പോലെയാണ്. അത് എല്ലാ ദിവസവും ആ സമയത്ത് കൊടുത്താൽ ആ ക്ലോക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പഴയ കീ കൊടുക്കുന്ന ക്ലോക്കിനെ കുറിച്ചാണ്. അതെല്ലാ ദിവസവും സമയത്ത് തന്നെ കീ കൊടുക്കണം. പണ്ട് അങ്ങനെ വാച്ച് ഉണ്ടായിരുന്നു, കീ കൊടുക്കുന്ന വാച്ചുകൾ ഉണ്ടായിരുന്നു. അത് കൃത്യസമയത്ത് തന്നെ കീ കൊടുത്താൽ കീ ഫുള്ളാവും. അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തുന്നു. അതുകൊണ്ട് വാരാന്ത്യത്തിലുണ്ടാകുന്ന പരിശോധന പോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ പരിശോധിക്കുന്നു. വീണ്ടും പ്രതിമാസം അങ്ങനെ ചിന്തിക്കുന്നു. വൈദികരും സന്യസ്തരുമൊക്കെ മന്ത്ലി റിഫ്ലക്ഷൻ വയ്ക്കും. എന്നിട്ട് മാസം ഒരു കണക്കെടുപ്പ് നടത്തും, കുമ്പസാരത്തിനായിട്ടൊരുങ്ങും. ഇങ്ങനെയുള്ള നടപടികളിലൂടെയൊക്കെ കടന്നു പോകുന്നത് കഴിഞ്ഞു പോയ ഓർമ്മയ്ക്കകത്ത് നിൽക്കാവുന്ന ഒരു കാലത്ത് ചെയ്ത പ്രവൃത്തികളെയും അന്നൊക്കെ പുലർത്തിയ മനോഭാവങ്ങളെയും തുടർച്ചയായി ഉണ്ടായ വീഴ്ചകളെയും അവയുടെ പിന്നിലെ കാരണങ്ങളെയും
വസ്തുനിഷ്ഠമായി പരിശോധിക്കാനും തിരുത്താനുമുള്ള അവസരമായിട്ടാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവാത്മാവിന്റെ പ്രവർത്തനത്താലും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ പരിശോധിക്കാൻ കഴിയുന്ന കാലയളവുകൾ നമ്മൾ സാധാരണ തുടർന്നു പോരുന്നൊരു പ്രക്രിയ. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ പരിശോധന ഒരു വർഷാന്ത്യത്തിൽ നാം നടത്തുമ്പോൾ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിന്ത നമുക്കുണ്ടാകും. പിന്തുടർന്നു പോന്ന വഴികളിൽ വീണുപോയ ഇടങ്ങളെ തിരിച്ചറിയാനും വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ട തിരുത്തലുകൾ നടത്താനുള്ളൊരു അവസരമായിട്ട് വേണം ഈ വർഷാന്ത്യം എന്ന ഒരു ചിന്ത നമ്മെ സഹായിക്കേണ്ടത്. വാസ്തവത്തിൽ ഒരു വർഷം അവസാനിച്ച് വേറൊരു വർഷം ആരംഭിക്കുന്നൊന്നുമില്ല. ഒരു രാത്രിയിൽ അവസാനിച്ച് പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഒരു ദിവസം തുടങ്ങുന്നുമില്ല. ഇതൊരു തുടർച്ചയാണ്. പക്ഷെ ആ തുടർച്ചയ്ക്കകത്ത് ഇങ്ങനെ ബ്രേക്കുകൾ ഉണ്ടാക്കുന്നതും അങ്ങനെ ഓരോ ഘട്ടം വെച്ച് പരിശോധിക്കുന്നതും നമ്മുടെ പരിമിതികൾ കൊണ്ടാണ്. ദീർഘകാലമുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാൻ നമുക്ക് സാധ്യമല്ല. ദീർഘകാലമുള്ള ഓർമ്മക്കേടുകൾ നമ്മെ കൊണ്ടുപോകുന്നത് നിശ്ചയമായും അന്ധതയിലേക്കാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രകാശത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആവശ്യമായ പരിശോധനകൾ നാം നടത്തേണ്ടതുണ്ട്. അത്തരമൊരു പരിശോധനയാണ് വർഷാന്ത്യത്തിൽ നാം നടത്തുക. കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവമഹത്വത്തിന് ചേർന്നതാണോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലാണോ ജീവിച്ചത്? ക്രിസ്തുനാമത്തിൽ ജീവിക്കുന്നവരാണ്, യേശുവിന്റെ മക്കളെന്നറിയപ്പെടുന്നവരാണ്, ലോകത്ത് ക്രിസ്തുവായി കാണപ്പെടുന്നവരാണ്, ദൈവത്തിന്റെ മനസാക്ഷിയായി ആനുകാലിക ലോകത്ത് പ്രവർത്തിക്കുന്ന സഭയാണ്. അങ്ങനെ ദൈവത്തിന്റെ മനസാക്ഷിയായും ദൈവത്തെ വെളിപ്പെടുത്തിയും മഹത്വപ്പെടുത്തിയും ജീവിക്കാൻ വിളിക്കപ്പെടുകയും ചെയ്യുന്ന നാം അതേ വഴിയിലാണോ പുരോഗമിക്കുന്നത് എന്ന പരിശോധന നിശ്ചയമായും ആവശ്യമുണ്ട്. അത് ഒരു കാലം കഴിഞ്ഞു പോയി പുതിയ കാലം തുടങ്ങുന്ന നിലയ്ക്കല്ല. സാധാരണ ആളുകൾ ഒരു പ്ലാനിങ് ഒക്കെ അടുത്ത വർഷം ഇങ്ങനെയാണ്. അങ്ങനെ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയുള്ളതല്ല. പ്ലാനിങ് എന്താണ്? പ്ലാനിങ് മുൻകൂട്ടിയുള്ളതാണ്. അത് ക്രിസ്തുവിൽ എത്രത്തോളമായി തീരുമെന്നുള്ളതാണ്. ആ പ്ലാനിങ്ങിന് വിരുദ്ധമായി കഴിഞ്ഞുപോയ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഓർത്തെടുക്കാനും എവിടെയൊക്കെയാണ് തഴക്കങ്ങളായ അവ കൂടെ കൂടിയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നിരന്തരം വീണുപോകുന്നത്, അങ്ങനെ വീണുപോകുന്നതിന്റെ പിന്നിലുള്ള മനോഭാവം എന്താണ്, ആ മനോഭാവത്തിലേക്ക് നയിക്കുന്ന ഏതുതരം വൈകല്യമാണ് ക്രിസ്തുബന്ധത്തിൽ നമുക്കുള്ളത് എന്ന പരിശോധന, ആഴമേറിയ ഒരു പരിശോധന നമുക്കുണ്ടാകുമ്പോഴാണ് ഈ വർഷാന്ത്യം നമുക്ക് കണക്കെടുപ്പായിട്ട് മാറുന്നത്. ദൈവസന്നിധിയിലാണ് കണക്കെടുക്കപ്പെടുന്നത്. ഭൂമിയിൽ നാം തന്നെ നമ്മുടെ കണക്കുകൾ എടുക്കുകയും സ്വയം വിമർശനപരമായി നമ്മെ പരിശോധിക്കുകയും ചെയ്യണം. ഈ ലോകത്ത് രക്ഷാകരമായ ദൗത്യം വെളിപ്പെടുത്താനും അനുഭവപ്പെടുത്താനും വന്നവരാണ് നമ്മൾ. യേശുക്രിസ്തുവിൽ സ്ഥാപിതമായ രക്ഷ ആനുകാലിക ലോകത്തിന് പകർന്നു കൊടുക്കാൻ ദൈവത്താൽ വിളിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടും മാമുദീസ വഴി അപ്രകാരം ഒരു വൃതബദ്ധമായ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്ത് മുൻപോട്ട് നടന്നവരാണ് നമ്മളെന്ന ബോധ്യം കൊണ്ടും ദൈവത്തിന്റെ ആത്മാവിനാൽ നിവേശിതരായവരാണ് നമ്മളെന്ന് ഓർത്തുകൊണ്ടും നമ്മുടെ ജീവിതത്തെ ആത്മാവിന്റെ വെളിച്ചത്തിൽ നാം തുറന്നു പരിശോധിക്കുകയും വീഴ്ചകളിൽ നിന്ന് വിമോചനം പ്രാപിക്കാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്യണം. ഇത്തരം ഒരു ആശ്രയബോധത്തോടെയുള്ള മുൻപോട്ട് പോക്കിന് ഒരു വർഷാന്ത്യത്തിലെ പരിശോധന ഗുണകരമാണ്. നമ്മുടെ പരിമിതികൾ കൊണ്ടാണ്. സമയവും കാലവും ഒക്കെ നമുക്കുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ അങ്ങനെയില്ല. ദൈവത്തിന് മുൻപിൽ ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു നിമിഷം പോലെയാണ്. ദൈവം സമയത്തിനും ദേശത്തിനും അതീതനായവനാണ്. അതുകൊണ്ട് ദൈവത്തെ ജീവിതത്തിന്റെ പ്രാമാണികമായ കേന്ദ്രമായി, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിനായുള്ള ക്രിസ്തുവിലുള്ള അവസരമായി തിരിച്ചറിയാൻ എത്രത്തോളം ക്രിസ്തുവിൽ അങ്ങനെ പുരോഗമിക്കാൻ കഴിയുന്നുണ്ട് എന്ന പരിശോധന നിർവ്യാജമായി സ്വയം പ്രേരിതമായി നാം നടത്തേണ്ടതുണ്ട്. ആത്മാവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തുറന്നു വെക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിച്ചവരാണ് നമ്മൾ. ലോകം നമ്മളെ കാണുന്നതും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ടാണ്. ലോകം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി നമ്മളെ കാണുമ്പോൾ യേശു പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 34, 35 തിരുവചനത്തിൽ അവിടുന്ന് നമ്മോട് പറഞ്ഞ വാക്കിനനുസരിച്ചാണോ നാം ജീവിതത്തിൽ പുരോഗമിക്കുന്നത് എന്ന് പരിശോധിക്കണം. ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട്
ഈശോ പറയും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആ സ്നേഹം മൂലം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. അപ്പൊ ഈ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിന്റെ ശിഷ്യത്വമാണ് നമ്മുടേതെന്ന് നാം പ്രഖ്യാപിക്കേണ്ടതും അനുഭവപ്പെടുത്തേണ്ടതും പരസ്പര സ്നേഹം എന്ന പ്രവൃത്തിയിലാണ്. മൗതികതയിലാണ് ദൈവം വെളിപ്പെടുക. അത് കേവലം ദർശനത്തിൽ കാണുന്ന കാര്യത്തെ സംബന്ധിച്ചല്ല, ജീവിത പ്രയോഗത്തിലാണ് അത് കാണപ്പെടുക. വിവേകാനന്ദനാകുന്നതിന് മുമ്പ് നരേന്ദ്രനായിരിക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കാണാൻ പോയി. നിഷേധിയായൊരു ചെറുപ്പക്കാരനാണ് നരേന്ദ്രൻ. അദ്ദേഹം ദൈവാന്വേഷണത്തിന്റെ പാതയിലാണ്. അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ടിട്ട് ധ്യാനത്തിലിരിക്കുന്ന അദ്ദേഹത്തോട് ശല്യം ചെയ്തുകൊണ്ട് ചോദിച്ചു, ദൈവത്തെ ഒന്ന് കാട്ടിത്തരാം. ഒരു സന്യാസിയാണ്, ശാന്തമായൊരു മറുപടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ധ്യാനത്തിൽ നുണർന്ന ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദന്റെ ചെപ്പക്കുറ്റിക്ക് ഒരു അടി കൊടുത്തു. അടികൊണ്ട് നരേന്ദ്രൻ പുളഞ്ഞു. ഹോ എന്ന് ശബ്ദിച്ചു. പരമഹംസൻ ചോദിച്ചു, എന്തു പറ്റി? വേദന എടുക്കുന്നു എന്ന് നരേന്ദ്രൻ പറഞ്ഞു. അതുപോലെയാണ് ദൈവം എന്നാണ് പരമഹംസൻ പറഞ്ഞത്. ജീവിതാനുഭവങ്ങൾക്കകത്താണ് നമ്മിലെ ദൈവിക ഭാവം വെളിപ്പെടുക. ക്രിസ്തു സാരൂപ്യത്തിന്റെ അടയാളങ്ങൾ ജീവിത പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റണം. സ്നേഹം എന്നത് ഒരു വൈകാരിക പ്രവൃത്തി മാത്രമായി തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരാണ് വിശ്വാസികളിൽ അധിക പങ്കും. നല്ല വാക്കുകളിലും പ്രകടനങ്ങളിലും ഒക്കെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ചു പോയവർ. വാസ്തവത്തിൽ സ്നേഹം ഒരു വികാരമല്ല. ഇഷ്ടവികാരങ്ങൾ ഉണ്ടാകാം, താല്പര്യങ്ങൾ ഉണ്ടാകാം. സ്നേഹം എന്നത് ഇഷ്ടവികാരമല്ല. സ്നേഹം യഥാർത്ഥത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറണം. കാരുണ്യമായും അനുകമ്പയായും അപരോന്മുഖമായി നിലനിൽക്കേണ്ട ഒരു ജീവിതത്തിന്റെ ഒഴുക്ക് ഈ സ്നേഹം സാധ്യമാക്കുന്നുണ്ട്. ആ സ്നേഹപ്രവൃത്തികൾ എങ്ങനെയാണ്? അവരുടെ കഷ്ടതയിൽ, അവരുടെ ഞെരുക്കത്തിൽ അനുകമ്പാർദ്രമായ ഹൃദയമുള്ള, അവരുടെ വീഴ്ചയിൽ അവനോട് ദയ കാട്ടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പരിഹാരമായി മാറുന്ന, അവനവനെ ഉപേക്ഷിച്ച് അവരന് വേണ്ടി, അവരോത്കർഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിത ഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളിൽ അത് വെളിപ്പെടുക. നമുക്കെതിരായ ശത്രുക്കളെ സൃഷ്ടിച്ചും മറ്റുള്ളവരിൽ നിന്ന് അകന്നും എക്സ്ക്ലൂസീവായ ഒരു മനോഭാവം പുലർത്തിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മിലൂടെ വെളിപ്പെടുന്നത് ക്രിസ്തു സ്നേഹമല്ല, ശിഷ്യത്വമല്ല. ലോകം ഒരു വിധത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഒരു അറിവായിട്ടുണ്ട്. യേശു പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ചാണെന്നറിയാം. യേശുവിന്റെ കുരിശുമരണം സ്നേഹത്തിന്റെ പ്രവൃത്തിയാണെന്നറിയാം. അത് ലോകത്തിനറിയാവുന്ന പ്രവൃത്തിയാണ്. ലോകം ആ പ്രവൃത്തിയെ ഒരു കഥ പോലെ കേൾക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പ്രവൃത്തി പ്രായോഗികമായ ഒന്നാണെന്നും അത് അനുഭവത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണെന്നും അത് വ്യക്തിപരമായ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുമെന്നും അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കാൻ നമുക്ക് കഴിയുമെന്നും വെളിപ്പെടുത്തുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് മാറുക. പ്രയോഗ പദ്ധതിയില്ലാത്തൊരു അറിവായിട്ടത് കാണുന്നവർക്ക് അതൊരു കേവല അറിവായിരിക്കാം. ആ കേവല അറിവിനെ ജീവിത പ്രയോഗമാക്കി മാറ്റുമ്പോഴാണ്, രക്ഷാകര പ്രവൃത്തിയുടെ ഭാഗമായി നമ്മൾ മാറുമ്പോഴാണ് ക്രിസ്തു ശിഷ്യരായിട്ട് നമ്മൾ മാറുക. സഭാസമൂഹത്തിനകത്തുള്ള പ്രധാനപ്പെട്ടൊരു ജീർണത ഈ സ്നേഹം എന്നത് വരണ്ടു പോയി എന്നുള്ളതാണ്. കേവല അധികാരമായിട്ടും സ്ഥാനങ്ങളായിട്ടും ബാഹ്യമായ സംഘടിത രൂപങ്ങളായിട്ടുമൊക്കെ സഭയെ കാണുന്നവർക്ക് അതിനകത്ത് പുലർത്തേണ്ട സ്നേഹത്തിന്റെ സാന്നിധ്യം, അതിൽ പ്രയോഗപരമായി അനുഭവപ്പെടുത്തേണ്ട സ്നേഹത്തെ വെളിപ്പെടുത്താൻ കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് അനുകമ്പയില്ലാതെ, അപരോന്മുഖമല്ലാതെ, കാരുണ്യലേശമല്ലാതെ, ദൈവത്തിന്റെ നീതിയായ കാരുണ്യത്തെ അവഗണിച്ച്
കേവല മാനുഷികതയിലും നിയമത്തിലുമൊക്കെ കുടുങ്ങി സാങ്കേതികമായി മനുഷ്യനെ നിർവചിക്കുന്ന രീതിയിലേക്ക് സഭാസമൂഹത്തിന് തന്നെ വീഴ്ചകളുണ്ടാവുന്നു. വ്യക്തിപരമായി നാം നമ്മെ പരിശോധിക്കുമ്പോഴും കാണേണ്ടത് കേവലം നിയമം എന്ന നിലയ്ക്ക് കാണുന്ന ഒരു കാര്യമായിട്ടല്ല, ഒരു ജീവിത പ്രയോഗത്തിനകത്ത് സ്നേഹം മൂലം പൂർത്തിയാകേണ്ട നിയമത്തെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. സ്നേഹം മൂലമാണ് ഓരോ നിയമവും പൂർത്തീകരിക്കേണ്ടത്. ആ സ്നേഹം പ്രവർത്തനോന്മുഖമാകുകയും ആ സ്നേഹം പ്രയോഗ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹം നമ്മെ ഭരിക്കുന്നതും ശിഷ്യരായി നാം കാണപ്പെടുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു സമയത്താണ് ക്രിസ്തു ഈ സഹനങ്ങളെല്ലാം ദൈവമഹത്വത്തിന്റെ അടയാളമായിട്ട് കാണുന്നത്. ദൈവം മഹത്വപ്പെടാൻ പോവുകയാണ്. തന്നെ ഒറ്റാനായിട്ട് ഒരാൾ തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവമഹത്വം വെളിപ്പെടാനുള്ള അവസരമായിട്ട് ക്രിസ്തു തിരിച്ചറിയുന്നു. തന്റെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ ദൈവമഹത്വം കൂടുതൽ വെളിപ്പെടാനുള്ള അവസരമായിട്ട് കാണും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മോട് കാണിക്കുന്ന എല്ലാ സ്നേഹവിരുദ്ധതയും അല്ലെങ്കിൽ അവർ അപമാനിക്കുന്നതോ നമുക്കെതിരായി പ്രവർത്തിക്കുന്നതോ ഒക്കെ ദൈവമഹത്വം വെളിപ്പെടാനുള്ള അവസരമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കെതിരെ ഉണ്ടാകുന്ന ഏത് നടപടിയെയും അനീതിയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അത് ദൈവസ്നേഹം വെളിപ്പെടാനുള്ള അവസരമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവസ്നേഹത്തെ നാം തിരിച്ചറിയേണ്ടത് ഈ ലോകം നമ്മുടെ നേരെ വെച്ച് നീട്ടുന്ന കൈപ്പുള്ള പാനപാത്രങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കാനും ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള സ്നേഹം പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങളായി തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിന്റെ കണക്ക് പൂർത്തിയാകുക. ശിഷ്യരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ക്രിസ്തു സ്നേഹത്തിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നത്, യേശുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. 2 കൊരിന്ത്യർ 1:18 പറയും, അവിടുന്ന് നമ്മിൽ മുദ്ര വയ്ക്കുകയും അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിൽ നമ്മളെ തന്നെ സ്വയം പരിശോധിക്കുന്ന അവസരമായി ഈ വർഷാന്ത്യത്തിൽ നമുക്ക് കാണാൻ പറ്റണം. അത് കേവലം ഒരു കണക്കെടുപ്പല്ല, ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ജീവിതത്തെ പരിശോധിക്കാനും ജീവിതത്തിൽ ക്രിസ്തുമാർഗത്തിൽ നിന്നുണ്ടായ വഴിപിരിച്ചിലുകളും വീഴ്ചകളും തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള അവസരങ്ങളുമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. അപ്രകാരം ജീവിതത്തെ പരിശോധിക്കേണ്ടവരാണ് നമ്മൾ. ഒരു കണക്കെടുപ്പിന്റെ വേളയാണ് ജീവിതത്തിൽ. ഓരോ നിമിഷവും ഈ തിരിച്ചറിവിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ക്രിസ്തു സ്നേഹത്തിൽ നമുക്ക് പുരോഗമിക്കാൻ പറ്റുക. അപ്രകാരം ക്രിസ്തു സ്നേഹത്തിൽ പുരോഗമിക്കാനും യഥാർത്ഥ ശിഷ്യരായി കാണപ്പെടാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.